അപ്പം ബിഗ് ബോസ് വീട്ടില് രശ്മിന്റെ കത്തിന്റെ ഉള്ളടക്കം ഒരു കത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കത്തിന്റെ ഉള്ളടക്കമാണ് ഇന്ന് ജിൻഡോ പുറത്തേക്ക് ഇട്ടത്, എല്ലാവർക്കും മുൻപിൽ ഒന്ന് വെളിപ്പെടുത്തിയത്. സോ ഒരു ബോംബ് ഇട്ടു. ടാസ്ക്കാണ്, നുണ പറയൽ ടാസ്ക്കാണ്. ടാസ്കിന്റെ പേര് തന്നെ നുണ എന്നാണ്. സോ അപ്പൊ ഈ ടാസ്കിനിടയിൽ എന്ത് വേണമെങ്കിലും നുണ പറയാം എന്നുള്ളതാണ്. സോ അതിന് കംപ്ലൈന്റ് ഉണ്ടായില്ല. പക്ഷേ ആ ഇട്ട ബോംബ് അത് ഒരു കോടതി വരത്തേക്കും പോയ ഒരു സംഭവമാണ്. സോ രശ്മിൻ അടിപടലം ഒന്ന് ആടി ഉലഞ്ഞു, ഒന്ന് ഭയന്നുപോയി. നോമിനേഷനിൽ ഉള്ളതാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പല കള്ളത്തരങ്ങളും ജിൻഡോ ഈ വീട്ടിനകത്ത് പൊളിച്ചടുക്കി ലാലേട്ടന്റെ മുൻപിലും തെളിവെല്ലാം നിരത്തിയിട്ടുണ്ട്. കാര്യകാരണ സഹിതമെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതാരും മറന്നൊന്നും കാണില്ലെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ ഇന്നത്തെ നുണ പറയൽ ടാസ്കിലും ഇതുപോലെ ഒരു കത്തിന്റെ ഉള്ളടക്കമാണ് വെളിപ്പെടുത്തിയത്. അപ്പോ സംഗതി നമ്മൾ ആരും കണ്ടില്ലെങ്കിലും ജിൻഡോ പറയുന്നതിൽ കഴമ്പില്ലാതെയുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ രശ്മിൻ വയ്യാതെ പനിയായി 2 ദിവസം ഹോസ്പിറ്റലായി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ കത്തിനെ കുറിച്ച് അവിടെയും ഇവിടെയെല്ലാം പുകഞ്ഞത്. അപ്പൊ ഇന്നൊരു ചാൻസ് കിട്ടിയപ്പോൾ, ഒരു ടാസ്ക് കിട്ടിയപ്പോൾ അത് ജിൻഡോ വെളിപ്പെടുത്തി. അതായത് ഒരാൾക്ക് പറയാനുള്ള കാര്യം ഇപ്പോ രശ്മിന്റെ പേര് തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ രശ്മിൻ പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം, പുറത്തു പോകുമ്പോൾ നല്ലപോലെ ജിൻഡോയെ സ്നേഹിച്ചിരുന്നു. തിരിച്ചു വന്നതിന് ശേഷമൊന്നും സ്നേഹമൊന്നും കാണുന്നില്ല. അപ്പൊ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പൊ അതേപോലെ അർജുൻ ശ്രീതു അവര് തമ്മിലുള്ള ആ ഒരു പേര് ഭയങ്കര ക്യൂട്ടായിട്ടാണ് വെളിയിൽ പോകുന്നത് എന്നുള്ളതും രശ്മിൻ അറിഞ്ഞു. പക്ഷേ ജാസ്മിൻ ഗബ്രി അവരുടേത് ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കി. സോ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ രശ്മിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും രശ്മിൻ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് രശ്മിൻ തിരിച്ചു വന്നതിന് ശേഷം ജിൻഡോയോടും മൊത്തത്തിൽ വീട്ടിനകത്ത് മറ്റുള്ളവരോടും വലിയ ഒച്ചപ്പാടും ബഹളത്തിനൊന്നും പോകാതിരുന്നത്. അല്ലെങ്കിൽ തൊണ്ടയിൽ മൈക്ക് കുരുങ്ങിയ പോലെ, റേഡിയോ പോലെ ഒന്ന് സ്വിച്ച് ഇട്ടാൽ മതി, അങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ വീട്ടിൽ പോയി ഈ എന്താ പറയുക ആശുപത്രി വാസം കഴിഞ്ഞ ശേഷം രശ്മിൻ അങ്ങനെ വലുതായിട്ടൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. സോ അപ്പൊ ജിൻഡോ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ, കാരണങ്ങളെല്ലാം നിരത്തി നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. സോ ഇത് രശ്മിൻ അറിഞ്ഞ സത്യം ഇതെങ്ങനെ മറ്റുള്ളവരിലേക്ക്, അതായത് രശ്മിനെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും. ഇപ്പൊ പ്രേക്ഷകര് കേൾക്കാനും പാടില്ല, ബിഗ് ബോസ് അറിയാനും പാടില്ല. ഇതാരും അറിയാതെ ഈ അറിഞ്ഞ രഹസ്യം അവരോട് പറയണമല്ലോ. കാരണം ഉറ്റ സുഹൃത്തുക്കളല്ലേ. സോ അപ്പൊ അവർക്കത് അറിയണം. അതിനുവേണ്ടി രശ്മിൻ ചെയ്ത പണിയാണ് ഒരു നെയിൽ പോളിഷും ടിഷ്യൂ പേപ്പറും എടുത്ത് അതില് അർജുൻ, അതുപോലെ ശ്രീതു, ലവ് അതൊരു ക്യൂട്ട് പെയറായിട്ട് വെളിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എഴുതി, അതേപോലെ താഴെ ഒരു സിമ്പലൊക്കെ ഇട്ടു. കാരണം അത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കോഡ് ഭാഷയും എഴുതി. അർജുന്റെ ശ്രീധുവിന്റെ പെയർ ക്യൂട്ടായിട്ട് പോകുന്നത് എന്നുള്ളതും എഴുതി. അതിനുശേഷം അർജുൻ ബാത്റൂമിൽ വെച്ചു. അതിനുശേഷം അർജുൻ ബാത്റൂമിലേക്ക് പോകുന്നു. അതായത് കണ്ണുകൊണ്ടാണ് സിഗ്നൽ. ബാത്റൂമിൽ പോകുന്നു, അത് കാണുന്നു, വായിക്കുന്നു, അത് വലിച്ചു കീറി ഫ്ലഷ് ചെയ്ത് പോകുന്നു. ഇതാണ് ജിൻഡോ അവതരിപ്പിച്ച നുണക്കഥ. സോ അത് കണ്ടതും അർജുന്റെ ഫേസ് കാണുമ്പോ അർജുൻ ഇതൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ശ്രീതു ഇതൊക്കെ എപ്പോ എന്ത് ക്യൂട്ട് പെയറാണ് വെളിയിൽ പോകുന്നത്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞതോടുകൂടി അർജുന്റെയും ശ്രീതുവിന്റെയും മുഖമൊക്കെ അങ്ങനെ സൂര്യൻ ഉദിച്ച പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ രശ്മിൻ അയ്യോ ഞാൻ ഇതൊന്നും ആരടുത്തും പറഞ്ഞിട്ടില്ലേ എന്ന രീതിയിലും കാണുന്നുണ്ട്. ഇത് നുണക്കഥയാണ്. സംഗതി ഇട്ടത് ഒരു ബോംബാണ്. അത് നുണക്കഥയായിട്ടാണെങ്കിലും അതൊക്കെ അങ്ങനെ പുകഞ്ഞ് നീറി അതൊരു കോടതിയിൽ വരെ എത്തി. അവിടെ നിന്നെല്ലാം ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സാണ് എല്ലാം ഇതിൽ പറഞ്ഞ നുണക്കഥയിൽ എന്താണെന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീതു അവരെയൊക്കെ എഴുതി അറിയിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്, അർജുന്റെ അടുത്ത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അർജുനെ സാക്ഷി വെച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് എന്താ പറയാ രശ്മിനെല്ലാം പറഞ്ഞു കൊടുത്ത് എന്ന് വളച്ചൊടിച്ച് അതങ്ങനെ പുകഞ്ഞ് അതൊരു കോടതിയിൽ എത്തിച്ച് പവർ വീട്ടിനോട് പരാതി പറഞ്ഞ് ജിൻഡോനെ കൂട്ടിൽ കയറ്റി തേച്ചൊട്ടിച്ച് വലിച്ചു കീറി പദം വരുത്താൻ എന്നെല്ലാം രശ്മിൻ വിചാരിച്ചു. പക്ഷെ അതിനെല്ലാം ഒടിച്ചു മടക്കി ജിൻഡോ 8 ആക്കി കയ്യിൽ തിരിച്ചു തന്നെ കൊടുത്തു. അങ്ങനെ ജിൻഡോന്റെ അടുത്തുനിന്ന് കളി നടക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെയാണ് ജിൻഡോന് മണ്ടനാണ്, പൊട്ടനാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല,
ജിൻഡോ ബുദ്ധി രാക്ഷസനാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഈ പറയുന്ന നാടകങ്ങളെല്ലാം, ബിഗ് ബോസ് അറിയാതെ ഇവർ നടത്തുന്ന നാടകങ്ങളെല്ലാം ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഇനിയെങ്കിലും ബിഗ് ബോസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ അന്തർതറയിൽ കുറെ നാടകങ്ങൾ നടക്കും. കാരണം ഇത് പ്രേക്ഷകരറിയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കടന്ന ഈ നാടകമെല്ലാം കാണിക്കുന്നത്. സോ പ്രേക്ഷകര് മുൻപിൽ തന്നെയാണ് ഇപ്പോൾ ജിൻഡോ അത് പൊളിച്ചടുക്കിയത്. ഇനി ബിഗ് ബോസ് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ മൈക്കിന്റെ കാര്യത്തിൽ ഒരു പുതപ്പിനടിയിൽ സംസാരിക്കുന്നതും, ബാത്റൂമിൽ കയറി സംസാരിക്കുന്നതും, ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കുന്നതും, മൈക്കൂരി വെച്ച് സംസാരിക്കുന്നതെല്ലാം അന്ന് ജിൻഡോ തന്നെയാണ് പൊളിച്ചടുക്കിയത്. ഇപ്പൊ കത്ത് വിവാദത്തിലും ജിൻഡോ തന്നെയാണ് പൊളിച്ചടുക്കിയത്. അതുകൊണ്ട് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നുമില്ല, അറിയുന്നുമില്ല. അപ്പോ ഈ സീസൺ 6 ഒരു ഗ്രൂപ്പ് മത്സരാർത്ഥികൾ ചെയ്യുന്ന നാടകങ്ങൾ എന്ന് തന്നെ പറയട്ടെ, പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾ ഇനി വില പോകില്ല. എന്ത് ജിൻഡോ അവിടെ ഉള്ളിടത്തോളം കാലം വില പോകില്ല. കുറച്ചൊക്കെ പറ്റിക്കായിരിക്കും, പക്ഷെ ഇനി ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസ് അവരെ നിരീക്ഷിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ 100 ക്യാമറ വെച്ചിട്ടിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.